പ്രത്യേകിച്ച് അമ്മമാർ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം നമ്മളുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരാനും നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറയാനും ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമ്മമാർ ഈ വീഡിയോ സ്കിപ്പ് അടിച്ച് പോകരുത്, അവസാനം വരെ കാണാം. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ കാലമല്ല, കുറേ നാളായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പല തിരക്ക് കാരണം നമുക്ക് വീഡിയോ ചെയ്യാൻ ഷോർട്സ് ഇടാറുണ്ട്, പക്ഷെ ലോങ് വീഡിയോ ചെയ്യാൻ ഭയങ്കര മടി നല്ല സമയം കിട്ടുന്നില്ല. ലോങ് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഓരോരോ തിരക്കിലായി പോയി. എൻ്റെ മോളുടെ മാരേജ്, അത് കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ. അതൊക്കെ കാരണം വീഡിയോ ഇടാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പിന്നെ വെറിയായിട്ട് ചെയ്യാനുള്ള ആ ഒരു മൂഡ് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ കിട്ടില്ല. കാരണം അതിന് കുറേ എഫേർട്ട് എടുക്കേണ്ടി വരും. നമ്മൾ കാണുന്ന പോലെ അത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ. വീഡിയോ എടുക്കുക, ലോങ് വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് എഫേർട്സ് അതിൻ്റെ ബാക്കിലുണ്ട്. അത് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അത് വീഡിയോ എടുക്കുന്നവർക്കറിയാം വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ എന്നാലും എല്ലാം കഷ്ടപ്പെട്ട് എടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. അതിന് വ്യൂസൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട, സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, കുറേ ആയി നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട്, കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എന്തെങ്കിലും വിഷു ഒക്കെ വരികയല്ലേ, പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ സ്കൂൾ വെക്കേഷൻ തുടങ്ങി അല്ലേ, വീട്ടിലും ഒരേ ബഹളമായിരിക്കും കുട്ടികളുടെ അല്ലേ. ഇത്രയും കാലം ഭയങ്കര സൈലൻ്റ് ആയിരുന്ന വീട് ഇപ്പോൾ ഏത് നേരം ബഹളവും കളിയും ഒച്ചയും വഴക്കിടലും ഒക്കെ കൊണ്ട് അമ്മമാർ ഒരുവിധമൊക്കെ ആയിട്ടുണ്ടാവും, കെട്ടിട്ടുണ്ടാവും. ഇപ്പം തന്നെ വിചാരിക്കും ഇപ്പോൾ ഇനി എത്ര 2 മാസം കഴിയുന്നുണ്ട് സ്കൂള് തുറക്കാൻ എന്ന് വിചാരിക്കും. എങ്കിലും അതൊക്കെ ഒരു രസമായിട്ട് തോന്നുന്ന സന്ദർഭങ്ങളും ഉണ്ട് അല്ലേ. കുട്ടികൾ പോയി കഴിയുമ്പോൾ വിചാരിക്കും അയ്യോ കുട്ടികൾ പോയല്ലോ, ക്ലാസ് തുടങ്ങിയല്ലോ, വീട് ഉറങ്ങിപ്പോയല്ലോ എന്നൊക്കെ നമ്മൾ തന്നെ പറയും അല്ലേ. പിന്നെ ചിലവരൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ അവരുടെ അമ്മ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അമ്മയും മക്കളും കൂടി അമ്മയുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ ഒരു ബഹളമായിരിക്കും. അമ്മച്ചനും അമ്മമ്മയും എല്ലാ അമ്മാമ്മമാരും എല്ലാവരും കൂടി ഭയങ്കര സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ചിട്ട് നടക്കുന്നുണ്ടാവില്ലേ. ഇതൊക്കെ കുട്ടിക്കാലത്ത് നമ്മളും അനുഭവിച്ചതല്ലേ. എന്തൊരു സന്തോഷമായിരിക്കും. സ്കൂള് പൂട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരാഴ്ച മുമ്പേ എക്സാമിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ഇത് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിക്കുമല്ലോ, നാട്ടിൽ പോവുമല്ലോ, മുത്തശ്ശിയെ കാണാം, അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. നാട്ടിൽ പോയി മുത്തശ്ശനോ നമുക്ക് ഊഞ്ഞാലൊക്കെ ഇട്ട് തരും, അതിൽ ആടാനുള്ള ഒരു സന്തോഷം. പിന്നെ നിറയെ സ്ഥലങ്ങളൊക്കെ ഉള്ള തറവാടൊക്കെ ആണെങ്കിൽ അവിടെ നിറയെ മാമ്പഴവും ചക്കയും എല്ലാം ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ചക്കയൊന്നും അവർക്ക് എത്ര വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നു. മാങ്ങയാണെങ്കിൽ പിന്നെയും കഴിക്കും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ചക്കയും മാങ്ങയും എല്ലാം നന്നായി കഴിക്കുന്ന ആളാണ് കേട്ടോ. ഞാനും എൻ്റെ അനിയനും ഒക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് പണ്ടത്തെ തറവാടൊക്കെ വിറ്റുപോയി അല്ലേ. ഇപ്പോൾ ആകെ ഒരു 5 സെൻറ്റ് 6 സെൻറ്റ് 4 സെൻറ്റ് അല്ലേ നമുക്ക് വീട് വെച്ച് നമ്മൾ ഇരിക്കണത്. അതിൽ ചക്ക വയ്ക്കാനുള്ള സ്ഥലം ഒരിക്കലും ഉണ്ടാവില്ല. ഒരു 2 തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം കഴിഞ്ഞു. ബാക്കി സ്ഥലങ്ങളൊന്നും ഇല്ല നമ്മൾക്ക്. പിന്നെ അതുകൊണ്ട് പല പ്രോബ്ലങ്ങളും ഉണ്ടാകും. വീടും സ്ഥലവും മരങ്ങളും അടുത്തടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ലേ. വീടിനത് ദോഷമാണ്. പിന്നെ ഇപ്പോൾ അടിച്ചു വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ ഇലകളൊക്കെ വീണ് കഴിഞ്ഞാൽ അടിച്ചു വരണമല്ലോ എന്ന് പറഞ്ഞ് പലരും പല മരങ്ങളും വെക്കാറേ ഇല്ല. പൂച്ചെടികൾ മാത്രം വെക്കാറുണ്ട്, അത് ഭംഗിയാണ്. പക്ഷേ എങ്കിലും ആ കാലമൊക്കെ കടന്നു പോയില്ലേ. ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ മാമ്പഴമൊക്കെ അങ്ങനെ മാങ്ങയൊക്കെ ഇങ്ങനെ പൂത്തിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര കൊതിയായിരിക്കും. പക്ഷേ എന്നാലോ നമ്മൾ സ്ഥലം ഉണ്ടെങ്കിലും വെക്കൂല. ആ സമയം നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കും. അടുത്ത വീട്ടിലെ മാങ്ങയും ചക്കയൊക്കെ കാണുമ്പോൾ കൊതിച്ചിങ്ങനെ നടക്കും. കടയിൽ നിന്ന് വാങ്ങാം, പക്ഷെ എന്നാലും ഒരു വീട്ടിൽ ആ മരത്തിൽ ചക്കയും മാങ്ങയൊക്കെ കായ്ച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണല്ലേ. ഇപ്പോൾ ഈ സീസണിൽ എന്താ പറയുക,
നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പലർക്കും ഇഷ്ടം, പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ മാമ്പഴ പുളിശ്ശേരി, ചക്ക എരിശ്ശേരി, മാങ്ങ അട, അല്ലെങ്കിൽ ചക്ക വരട്ടിയതൊക്കെ കുട്ടികൾ പിന്നെയും കഴിക്കുന്നു. നമ്മളൊക്കെ ചക്ക വരട്ടിയത് ഇഷ്ടം പോലെ കഴിച്ച് വളർന്നവരാണല്ലേ. ആ ഒരു കാലം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, അതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടും തോന്നില്ല. ഇന്നിപ്പോൾ ഒക്കെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ചക്ക വരട്ടുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ തോന്നാറുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രം വരട്ടി ആ ഒരു കുറച്ച് എന്താ പറയുക, ആ ഒരു കുറച്ച് രണ്ട് പ്രാവശ്യം കഴിക്കാനുള്ളത് വരട്ടും. അത് തന്നെ എന്തുമാത്രം പണിയാണ്. പണ്ടതല്ല, ആൾക്കാരുണ്ടാവും ചക്ക വലിക്കാൻ, ആളെ നിർത്തി വലിക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെല്ലാവരും കൂടി വലിച്ച് അതിലെ ഇതൊക്കെ മാറ്റി, കുരുവൊക്കെ മാറ്റി അരച്ചെടുത്ത് ശർക്കരയൊക്കെ ഉരുളിയിലിട്ട് ഇങ്ങനെ 4 ഭാഗത്തുനിന്നും തീയിട്ട് വിറക് കൂട്ടി തീ കത്തിച്ച് ആ ഉരുളിയിലിങ്ങനെ ഇന്ന് വെള്ളം വരണം കേട്ടോ, ഒരു നിവൃത്തിയില്ല. അതിങ്ങനെ വരട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണമുണ്ട്. എന്നിട്ട് അവസാനം ആ നെയ്യൊക്കെ തൂവി, എൻ്റെ ഈശ്വര, എനിക്കൊന്നും പറയാൻ വയ്യ. അത് നമ്മൾ ഒരു വർഷത്തോളം അത് നമ്മൾ സൂക്ഷിച്ച് വെക്കും അല്ലേ. അപ്പോൾ നമ്മളത് എടുത്തിട്ട് തനിയെ അത് കഴിക്കും, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കും. ഇതൊക്കെ നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടാവില്ലേ. എന്ത് സന്തോഷമുള്ള, എന്ത് രസമാണ് അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ. മനസ്സിനും കണ്ണുകൾക്കൊക്കെ ഒരു സ്വർഗം കിട്ടിയ ഒരു പ്രതീതിയാണ് അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ. പിന്നെ അതുകൂടാതെ മുത്തശ്ശിമാർ, എൻ്റെ മുത്തശ്ശിയൊക്കെ ബോംബെയിൽ നിന്ന് വരും. എൻ്റെ അമ്മയുടെ ചേച്ചി ബോംബെയിലുണ്ട്, ഒരേട്ടൻ തിരുവനന്തപുരത്തുണ്ട്. അവരും മക്കളും എല്ലാവരും കൂടി വരും. ഒരു മാസം എന്തായാലും ഉണ്ടാവും. ഇതൊക്കെ വരുമ്പോൾ പലഹാരപ്പണി തുടങ്ങും. അതായത് എടുത്ത് വയ്ക്കാൻ പറ്റിയ കടലപ്പപ്പടം, അച്ചപ്പം, ഒരുവളങ്കായ, പിന്നെന്താ കുരുവളങ്കായ, അങ്ങനെ ചില സംഭവങ്ങളെല്ലാം. ഇതാണ് എനിക്ക് നല്ല ഓർമ്മ കേട്ടോ. കടലപ്പപ്പടം, കുരുവളങ്കായ, കടലപ്പപ്പടം, ചക്ക വരട്ടിയത്, പലതരം അച്ചാറുകൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കും. ഒന്നും പറയണ്ട, ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. അതൊന്നും ഇന്നൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് കാലത്ത് അതൊന്നും ഇല്ല. നമ്മളുടെ കുട്ടിക്കാലത്ത് ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു ജനറേഷനൊക്കെ അത് നന്നായി ആസ്വദിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലാതെ പോയി. പക്ഷെ അവർക്ക് കിട്ടാത്ത ചില ഭാഗ്യങ്ങളൊന്നും നമ്മളൊന്നും ആസ്വദിച്ചില്ല. ഇന്ന് പിറന്ന വീണ തന്നെ, ഇന്ന് ജനിച്ച കുട്ടികളുടെ കയ്യിൽ മൊബൈലാണ്. ആ സൗകര്യങ്ങളൊന്നും നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഈ കാലത്ത് ഈ മൊബൈലിനേക്കാളൊക്കെ ഏറ്റവും സന്തോഷമായ ജീവിതം അന്നത്തെ കാലത്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പാവം കുട്ടികൾക്ക് ഇന്ന് കാലത്ത് മൊബൈൽ മാത്രമേ ഉള്ളൂ. അവർക്കൊരു എൻജോയ്മെൻ്റ് എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. അതും കൂടി ഇല്ലെങ്കിൽ അവരുടെ ജീവിതം എന്താവുമായിരുന്നു. പാവം കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ മൊബൈല് നമ്മൾ കുട്ടികളെ പിന്നെ നോക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ അത് മിസ്യൂസ് ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടത് ഒരു പരിധിവരെയൊക്കെ നമ്മളുടെ കയ്യിലാണ്. പാരൻസ് ശ്രദ്ധിക്കണം, കുട്ടികൾ വഴിതെറ്റി പോവാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മളും കൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മളുടെ ആകെ ഒരു സ്വത്ത്, അല്ലെങ്കിൽ നമ്മൾ ജീവിതം തന്നെ ജീവിതത്തിനൊരു അർത്ഥം കിട്ടുന്നത് തന്നെ നമ്മളുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു, നമ്മളുടെ മക്കൾ ആരോഗ്യത്തോടെ ഇരിക്കണു, അവർ നല്ല നിലയിൽ ജോലി വാങ്ങി പോകുന്നു, നല്ല നിലയിൽ നമ്മളുടെ ആഗ്രഹപ്രകാരം, അവരുടെ ആഗ്രഹപ്രകാരം, എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നല്ല രീതിയിൽ ഒരു മാരേജൊക്കെ കഴിച്ച് ലൈഫ് സെറ്റിലായി ഇരിക്കുന്നത് കാണാനാണല്ലേ നമ്മൾക്ക് ഏറ്റവും ആഗ്രഹം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മക്കളുടെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. വെക്കേഷനാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് മാത്രമല്ല ആൺകുട്ടികളും വഴിതെറ്റാൻ ഈ ഒരു കാലഘട്ടം വളരെ അധികം വഴിതെറ്റാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് ആൺകുട്ടികളെയും ആൺമക്കളെ ആണെങ്കിലും പെൺമക്കളെ ആണെങ്കിലും അവരെ സമയം കിട്ടുമ്പോഴൊക്കെ അടുത്ത് പിടിച്ചിരുത്തി അവർക്ക് വേണ്ട അറിവുകളൊക്കെ കൊടുക്കുക. എങ്ങനെ നന്നായി നടക്കണം, ഏതൊരു ട്രാപ്പിൽ പോയി പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അമ്മമാരെക്കാളും കൂടുതൽ മറ്റാർക്കാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക.
അമ്മ വിചാരിക്കണം, ഒരമ്മയ്ക്ക് മാത്രമേ തൻ്റെ മക്കളെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അവർ കേൾക്കുന്നതും അമ്മമാരെ മാത്രമായിരിക്കും, വേറെ ആരും അവരോട് പറയാൻ നിൽക്കില്ല. അപ്പോൾ ഈ ഒരു വെക്കേഷൻ നല്ല രീതിയിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെ ജീവിക്കണം, എങ്ങനെ നല്ല രീതിയിൽ ഒരു നല്ല തൊഴിൽ നേടുക, ഒരു ജോലി കിട്ടിയാലുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. ഈ ഡ്രഗ് അഡിക്ട്സ് ആകാനുള്ള അവസരം അവരെ, പിന്നെ അതുകൂടാതെ ചീത്ത സ്വഭാവങ്ങളിലൊന്നും പോയി അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അല്ലേ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ധാരാളം ഡ്രഗ് അഡിക്റ്റഡ് ആണല്ലേ. അപ്പോൾ അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ അഡിക്റ്റഡ് ആയവരെ നമുക്ക് ഒരിക്കലും നേരാക്കാൻ ഇനി പറ്റില്ല. പക്ഷെ വളർന്നു വരുന്ന ചെറിയ കുട്ടികളുണ്ടല്ലോ, ഒരു 10 വയസ്സ് 10, 11, 12 വയസ്സായ കുട്ടികളെയൊക്കെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കണം. ഒരിക്കലും അത് അവരുടെ മനസ്സിൽ നന്നായിട്ട് നമ്മൾ ഇറക്കി കൊടുത്താൽ അവരുടെ മനസ്സിൽ ആ കാര്യങ്ങൾ നന്നായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ നാളെ അവർക്ക് അത് മുന്നിൽ വരുമ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഭവിഷ്യത്ത് ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്പോയിലാവും എന്നുള്ളതൊക്കെ അവർ ഒന്ന് ചിന്തിക്കുള്ളൂ. അതിൽ നിന്ന് അകന്ന് മാറാൻ സാധ്യതയുണ്ട്. പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഒന്നും പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവർ അപ്പോഴത്തെ ആ ഒരു ഫ്രണ്ട്സിൻ്റെ പിന്നെ നിർബന്ധത്തിന് വഴങ്ങി അവരത് കഴിക്കും, പിന്നെ അതിന് അഡിക്റ്റായിട്ട് മാറും. അപ്പോൾ അതൊക്കെ പാരൻസിൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. കുട്ടികളുടെ ലൈഫ് പാരൻസിൻ്റെ കയ്യിലാണ്. അച്ഛൻ ഇതിനുള്ള പങ്ക്, അച്ഛനെ ഞാൻ ഒരിക്കലും പറയില്ല അച്ഛന്മാരെ, കാരണം അവർക്ക് ജോലിയുണ്ട്. കുട്ടികൾക്ക് വെക്കേഷനാണ്. കുട്ടികൾ അമ്മമാരോടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച് കാണിക്കുന്നത് അല്ലേ, പല കാര്യങ്ങളും. എന്നാലും അച്ഛനോട് സ്നേഹം അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിലും അച്ഛന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മമാർ വേണം പറഞ്ഞു കൊടുക്കുക. കുട്ടികളെ നല്ല രീതിയിൽ വളരട്ടെ, അവർ നല്ല രീതിയിൽ നല്ല ഭാവി പൗരന്മാരായിട്ട് മുതൽക്കൂട്ടായിട്ട് നമ്മുടെ രാജ്യത്തിന് നല്ല കുട്ടികളായി വളർന്ന് രാജ്യത്തിനൊരു മുതൽക്കൂട്ടാവട്ടെ, അവരുടെ ലൈഫ് ഭദ്രമാകട്ടെ. അങ്ങനെ നമ്മൾ അവരിലൂടെ സന്തോഷം അനുഭവിക്കണം. മക്കൾ സന്തോഷമായി ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയൊരു സന്തോഷവും സംതൃപ്തിയും അമ്മമാർക്കും അച്ഛന്മാർക്കും ഇല്ലല്ലേ. പിന്നെ പാരൻസ്, അമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ കുട്ടികളെ എല്ലാ ദിവസവും സന്ധ്യസമയത്ത് ഒരു 10 മിനിറ്റെങ്കിലും നാമം ജപിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത്. കാരണം ഈ നാമജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ മനസ്സിനെ ഒരുപാട് ബാധിക്കും, മനസ്സിനെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യും. അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടും, പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടും. അതുകൂടാതെ തന്നെ പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ അവർക്ക് കിട്ടും. അവർക്ക് പുതിയൊരു ഒരു ഊർജം കിട്ടിയ ഒരു ഫീലാണ്. അത് നാമം ജപിക്കുന്ന വലിയവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് എന്ത് വന്നാലും ഒന്നും അവർക്ക് നെവർ മൈൻഡാണ്, ഒന്നും അവർക്ക് പേടി ഉണ്ടാവില്ല. എല്ലാം സമചിത്തതയോടുകൂടി എന്താ പറയുക, അവർക്ക് എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ കുട്ടിയിൽ തന്നെ നമ്മൾ നാമം ജപിച്ച് അവരെ നല്ല രീതിയിൽ വളരാൻ നമ്മൾ ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിലൊന്നാണ് നാമജപം. വൈകുന്നേരം ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ, ഈ ഒരു 3 നാമങ്ങൾ മാത്രം അവരെ കൊണ്ട് പറയിപ്പിച്ചാൽ തന്നെ അവരിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാകുക. ബുദ്ധിപരമായിട്ടും അവർക്ക് എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും മരുന്ന് കഴിക്കണം കേട്ടോ. മരുന്ന് കഴിക്കാതെ നാമം മാത്രം ജപിച്ചതുകൊണ്ട് പറ്റില്ല. പക്ഷെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മരുന്ന് കഴിച്ചാൽ അതിൻ്റെ ഫലപ്രാപ്തി കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾ മാത്രമല്ല, വലിയവരായാലും അത് ഈ നാമം ജപിക്കുക. എന്നിട്ട് നിങ്ങൾ 1 മാസം അല്ലെങ്കിൽ ഒരു 2 മാസം ഈ നാമം ജപിച്ച്, അസുഖമുള്ളവർ ഈ നാമം ജപിച്ച് നിങ്ങൾ മരുന്നും കൂടി, സാധാരണ കഴിക്കുന്ന മരുന്നും കൂടി കഴിച്ചു നോക്കുക.
എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകുമെന്ന് അറിയോ? എത്ര മരുന്ന് കഴിച്ചിട്ടും ഒരു ഭേദവും ഇല്ല, മരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്, ഒരു ഗുണവുമില്ല. പക്ഷെ നിങ്ങൾ ഇപ്പം ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നാമങ്ങളാണെങ്കിലും സന്ധ്യാസമയത്ത് ഒരു വലിയവരൊക്കെ ആകുമ്പോൾ ഒരു അരമണിക്കൂർ, കുട്ടികളെ അത്ര നേരം പിടിച്ചിരുത്താൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെയും എൻ്റെ അനിയനെയും സന്ധ്യ നേരം വിളക്ക് കൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ പിടിച്ചിരുത്തി കുറേ നാമം ജപിച്ച് തരും. മുത്തശ്ശി പറഞ്ഞു തരും, ഞങ്ങളത് ഏറ്റു ചൊല്ലും. അപ്പം മുത്തശ്ശി നാമം ജപിച്ച പോലെയായി, ഞങ്ങൾ നാമം ജപിച്ച പോലെയായി. അതിൽ ജനുവരി, ഫെബ്രുവരി എല്ലാ ഇംഗ്ലീഷ് മാസങ്ങൾ, മലയാള മാസങ്ങൾ, മലയാള നാളുകൾ, ആഴ്ച ഏതെല്ലാം ദിവസങ്ങളാണ് എന്നുള്ളത്, പിന്നെ അതുകൂടാതെ ഈശ്വരനാമങ്ങൾ പറഞ്ഞു തരും. അതൊക്കെ കുറേ വർഷങ്ങൾ ഞങ്ങളത് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തറവാട്ടിലുള്ള കാലത്തോളം മുത്തശ്ശി അത് എന്നും ചൊല്ലിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എല്ലാത്തിനും ദൈവവിശ്വാസം, കുട്ടി മുതലേ ഈശ്വര വിശ്വാസമുണ്ട്. ഏത് ചെയ്യുമ്പോഴും ഇത് നല്ലതാണ്, കെട്ടതാണ്, അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾക്ക് വരും. ഒരാളോട് മോശമായി സംസാരിക്കുക, വളരെ അവരെ ചതിക്കുക, അങ്ങനെയൊന്നും നമ്മൾക്ക് ചെയ്യാൻ തോന്നില്ല. നമ്മളുടെ മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ നമ്മൾ ഈശ്വര ചിന്ത, നാമം ജപിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്കൊരു തിരിച്ചറിവ് വരും. അവർക്ക് മോശമായതൊന്നും അവർക്ക് ചെയ്യാൻ തോന്നില്ല. ഇത് തെറ്റാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ദോഷമാണ്, അല്ലെങ്കിൽ അത് എൻ്റെ ജീവിതത്തെ ബാധിക്കും എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകാൻ സാധിക്കും. ഇത് കുട്ടികൾ മാത്രമല്ല, വലിയവരും ഇതുവരെ നാമം ജപിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നാമം ജപിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഒരു 60 ദിവസം നിങ്ങൾ സ്ഥിരമായിട്ട് നാമം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ ചിന്തകളിലും പ്രവർത്തികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. വെറുതെ വായ കൊണ്ട് മാത്രം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ കാര്യമില്ല കേട്ടോ. നിങ്ങൾ 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈശ്വരൻ്റെ ആ നാമങ്ങളിൽ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് എന്നിട്ട് വേണം ആ നാമം ജപിക്കാൻ. അത് 10 മിനിറ്റോ അല്ലെ 5 മിനിറ്റോ ആയിക്കോട്ടെ. നിങ്ങളൊക്കെ ആദ്യം 5 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പോകെ അതിൻ്റെ ദൈർഘ്യം കൂട്ടും. ചിലപ്പോൾ അത് 10 മിനിറ്റ് ആവും. പിന്നെ കുറേ കഴിഞ്ഞാൽ ശരി, ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക എന്ന് തോന്നും. നിങ്ങൾ അതിന് അഡിക്റ്റായി മാറും. അപ്പോൾ അത്രയും നല്ല കാര്യങ്ങളാണ്. അത്രയും നമ്മൾ ഈശ്വരനോട് അടുക്കുന്തോറും നമ്മളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരും. ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക. അതിനുവേണ്ടി മാക്സിമം കുട്ടികളെ ഈ വെക്കേഷനിൽ കുട്ടികൾക്ക് ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക. സന്ധ്യാസമയത്ത് കുട്ടികളെ ഒരു 10 മിനിറ്റെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ആരാധിക്കുന്ന മൂർത്തിയുടെ നാമങ്ങൾ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ നാമജപങ്ങൾ നമ്മൾക്ക് കിട്ടും. അതിൽ വളരെ സിമ്പിളായത്, തുടക്കത്തിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള നാമങ്ങൾ ജപിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ കുട്ടികളുടെ ജീവിതം, ഒപ്പം നമ്മളുടെ ജീവിതവും സന്തോഷവും സമാധാനത്തോടെയും നമ്മുടെ വീട്ടിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഈശ്വരൻ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.